സുതൻ നിസാരനായി ഗോശാലയിൽ മയങ്ങുന്നു. പിതാവുതൻ കുമാരനെ ഉദാരമായി തരുന്നിതാ. മഞ്ഞു പെയ്യും നിലാവിൽ കുഞ്ഞു പൈതലായി ദൈവം. മഞ്ഞു പെയ്യും നിലാവിൽ കുഞ്ഞു പൈതലായി ദൈവം. നിലാവലയാൽ നിരാമയനോ ചേല ചാർത്തി നിൽക്കയാൽ. നിലാവലയാൽ നിരാമയനോ ചേല ചാർത്തി നിൽക്കയാൽ. ഇതാ സുതൻ നിസാരനായി ഗോശാലയിൽ മയങ്ങുന്നു. സ്വപ്നം പോലെ മത്താപ്പിന്റെ ശോഭയുമായി താളം കൊട്ടി താരകൻ പൂക്കൾ പാടി. വാഗ്ദാനത്തിൻ പുത്രൻ മണ്ണിൽ വന്നു. ഹൃദയം സദയം മുഴുകി സ്വർഗമലിയുന്ന കരുൾകാലത്തിന്റെ കരളിൽ. സ്വർഗമലിയുന്ന കരുൾകാലത്തിന്റെ കരളിൽ. ഇതാ സുതൻ നിസാരനായി ഗോശാലയിൽ മയങ്ങുന്നു. ഇമ്പവുമായി ദൂതർ പാടും താരാട്ടിന്റെ താരം. വേഗം ചേരും രാജാക്കൾ തന്നാദം. ഇനിയോ സ്തുതിതൻ ചിറകിൽ വന്നു. ഉണ്ണിയുടെ ഉള്ളിൽ കൂടുകൂട്ടി നിന്നു. വന്നു ഉണ്ണിയുടെ ഉള്ളിൽ കൂടുകൂട്ടി നിന്നു. ഇതാ സുതൻ നിസാരനായി ഗോശാലയിൽ മയങ്ങുന്നു. പിതാവുതൻ കുമാരനെ ഉദാരമായി തരുന്നിതാ. മഞ്ഞു പെയ്യും നിലാവിൽ കുഞ്ഞു പൈതലായി ദൈവം. മഞ്ഞു പെയ്യും നിലാവിൽ കുഞ്ഞു പൈതലായി ദൈവം. നിലാവലയാൽ നിരാമയനോ ചേല ചാർത്തി നിൽക്കയാൽ. നിലാവലയാൽ നിരാമയനോ ചേല ചാർത്തി നിൽക്കയാൽ. ഇതാ സുതൻ നിസാരനായി ഗോശാലയിൽ മയങ്ങുന്നു.
ചിമ്മി മിന്നും താരകങ്ങളോതും സ്നേഹഗാഥയായിതാ മണ്ണിൽ വന്നുദിച്ച പൊന്നിൻ സൂര്യനാളമേകും പൊൻപ്രഭാതമായിതാ മേഘവീതിയിൽ അലയായലിഞ്ഞിടും ഒരു താരാട്ടുപാട്ടിൻ്റെ ഈണമായിതാ ഗ്ലോറിയ 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 ഗ്ലോറിയ. ഇലകളിൽ തളിരിടും ഇളവയിൽ കിരണമായി ശിശിരമെൻ കഥനവീതിയിൽ കുളിരുമേ മരുവിലും തളരുമേ തനുവിലായി ഉണരുമേ കനിവിൻ നാളമായി നിലാവിനിൽ തഴുകുമീണമായി നിരാമയൻ ഈ ഉലകിൽ ജാതരായി നിദാനമായി സ്നേഹധാരയായി നിറവിന്റെ നാദമായിതാ ഗ്ലോറിയ 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 ഗ്ലോറിയ. ഇരുളതിൽ എരിയുമീ കനലിതിൻ കടലിലായി തെളിയുമീ കനകനാളമായി അലയതിൽ അലരതായി അഴലിതിൽ അരുമയായി അലിവിതിൽ സഹനതാരമായി അനാദിയായി വചനദീപമായി അഗാധമായി നവജീവധാരയായി പ്രിയനായി ലോകനാഥനായി കനിവിൻ്റെ ഈണമായിതാ ഗ്ലോറിയ 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 ഗ്ലോറിയ. ഗ്ലോറിയാഗീതം മുഴങ്ങിടുന്നു വാനിൽ സ്വർഗം ഭൂമിയെ പുണർന്നു രാജരാജനാ യേശുനായകൻ പുൽത്തൊഴുത്തിരുന്നു ജാതനാ ഗ്ലോറിയാഗീതം മുഴങ്ങിടുന്നു വാനിൽ സ്വർഗം ഭൂമിയെ പുണർന്നു രാജരാജനാ യേശുനായകൻ പുൽത്തൊഴുത്തിരുന്നു ജാതനാ പോകാം ഉണ്ണിയെ വണങ്ങാം ആർത്തുപാടാം ഹല്ലേലൂയ ഗീതം നാൾകളായി കാത്ത രക്ഷകൻ മർത്യനായി അവതരിച്ചിതാ മണ്ണിൽ ആ
ശാലോം ശാലോം ശാലോം. ഈ പാടിനെ സ്വർഗീയമായി തീർക്കാൻ ഈശോ വന്നു. ഈ പാടിനെ സ്വർഗീയമായി തീർക്കാൻ ഈശോ വന്നു. രാത്രി രാത്രി ദൈവപുത്രൻ മനുജനായ രാത്രി. സ്വർഗ്ഗം സ്വർഗ്ഗം ഭൂമിയെ ചുംബിച്ച പുണ്യരാത്രി. സത്യവും നീതിയും നിറഞ്ഞ ദൈവരാജ്യമേ, ഭൂവിൽ സംജാതമായി സ്വന്തമാക്കിടാം. സത്യവും നീതിയും നിറഞ്ഞ ദൈവരാജ്യമേ, ഭൂവിൽ സംജാതമായി സ്വന്തമാക്കിടാം. കുന്തിരിക്കുമല്ല നിന്റെ കാഴ്ച, നന്മയുള്ള ഹൃദയമെന്ന് കാഴ്ച വെച്ചിടാം. മുട്ടുകുത്തി നിൽക്കാം, ഉത്തമൊന്നു നൽകാം, പുല്ലുമെത്തയിൽ മയങ്ങും ഉണ്ണിയേശനെ വരികയായി സകലരും ഉണ്ണിയെ വണങ്ങാൻ. വരികയായി സകലരും ഉണ്ണിയെ വണങ്ങാൻ. ആകാശവും ഈ ഭൂമിയും മോദമോടെ പാടിടുന്നു ഗ്ലോറിയ. ആകാശവും ഈ ഭൂമിയും മോദമോടെ പാടിടുന്നു ഗ്ലോറിയ ഗ്ലോറിയ. മണ്ണിൽ പുണ്യമായി ഉന്നതൻ ജാതനായി ധന്യമായി പാരിടം. മണ്ണിൽ പുണ്യമായി ഉന്നതൻ ജാതനായി ധന്യമായി പാരിടം. ദിവ്യമാം ദീപ്തിയാ വിണ്ണിൽ ദൂതരും നവ്യമാം ഗീതിയാ ദിവ്യ സങ്കീർത്തനം പാടിടും മോദമായി. ഗ്ലോറിയ ഗ്ലോറിയ ഇൻ എക്സെൽസിസ് ദൈവം. പാടിടും മോദമായി. ഗ്ലോറിയ ഗ്ലോറിയ ഇൻ എക്സെൽസിസ് ദൈവം. മാലാഖമാരേ ഏകി
രക്ഷകൻ സാന്ത്വനം വഴികാട്ടിയായെന്നു ദിവ്യതാരകം മാലാഖമാരേകി ഏകി ഏകി ശാന്തിതൻ സാന്ത്വനം വഴികാട്ടിയായെന്നു ദിവ്യതാരകം ബേത്ലഹേം നഗരിയിൽ കാലിത്തൊഴുത്തിൽ രക്ഷകൻ നിത്യയാൽ ജാതനായി സ്വർഗീയ വൃന്ദങ്ങൾ മാലോകരോടൊന്നായി ആനന്ദ സംഗീതം പാടി പാടിടും മോദവാൻ ഗ്ലോറിയ ഗ്ലോറിയ ഇൻ എക്സെൽസിയസ് പാടിടും മോദവാൻ ഗ്ലോറിയ ഗ്ലോറിയ ഇൻ എക്സെൽസിയസ് രാജാതിരാജനായി കാഴ്ചകൾ സാദരം നൈവേദ്യമായേകി ദിവ്യജ്ഞാനികൾ രാജാതിരാജനായി കാഴ്ചകൾ സാദരം നൈവേദ്യമായി ദിവ്യജ്ഞാനികൾ മണ്ണിനെ വിണ്ണോടു ചേർക്കുവാൻ കാലിത്തൊഴുത്തിൽ രക്ഷകൻ മന്നിരേ ജാതനായി മൺതരി പോലും സ്വർഗീയ തേജസ്സേ കൈകൂപ്പി സാദരം പുൽകി മണ്ണിൽ പുണ്യമായി ഉന്നതൻ ജാതനായി ധന്യമായി പാരിടം മണ്ണിൽ പുണ്യമായി ഉന്നതൻ ജാതനായി ധന്യമായി പാരിടം ദിവ്യമാം ദീപ്തിയായി വിണ്ണിൽ ദൂതരും നവ്യമാം ഗീതിയായി ദിവ്യ സങ്കീർത്തനം പാടിടും മോദവാൻ ഗ്ലോറിയ ഗ്ലോറിയ ഇൻ എക്സെൽസിയസ് പാടിടും മോദവാൻ ഗ്ലോറിയ ഗ്ലോറിയ ഇൻ എക്സെൽസിയസ് സ്നേഹം വന്ന രാവ് മാനം വിരിഞ്ഞ രാവ് വാനം പാടിയ ഗീതം ദിവ്യ സമാധാനം സ്വർഗം ചാരെ വന്നു അരികെ ചേർന്നു നിൽപ്പാൻ താതൻ കനിവായി നൽകി പൈതലേ ഗീതം ചൊല്ലിടാമേ എന്നും വാഴ്ത്തിടാമേ ഹൃദയം ചേർന്നു പാടാം ഹല്ലേലൂയാ പൂക്കാലമേ തേൻ കാലമേ ഇനി എന്നും ഹൃദയെ ചേർന്നു പാടിടാം പൂക്കാലമേ തേൻ കാലമേ ഇനി ഒന്നായി കൂട്ടായി മനമേ പാടിടാം
താതന്റെ സ്നേഹം മകനായി നൽകി പാപങ്ങൾ പോക്കാൻ നരനായി വന്നു. ആരോരും പറയാതെ ജീവൻ നൽകാൻ പാപത്തിൻ മറ നീക്കാൻ താതൻ സ്നേഹം നിധിയായി ഞാൻ കാത്തിടുമേ. പ്രഭയായി തീരാൻ കൃപയേകണേ. സ്നേഹം വന്ന രാവ്, മാനം വിരിഞ്ഞ രാവ്, വാനം പാടിയ ഗീതം ദിവ്യ സമാധാനം. സ്വർഗം ചാരെ വന്നു അരികെ ചേർന്നു നിൽപ്പാൻ താതൻ കനിവായി നൽകി പൈതലേ. ഗീതം ചൊല്ലിടാമേ, എന്നും വാഴ്ത്തിടാമേ, ഹൃദയം ചേർന്നു പാടാം ഹല്ലേലൂയാ. പൂക്കാലമേ തേൻ കാലമേ, ഇനി എന്നും ഹൃദയെ ചേർന്നു പാടിടാം. പൂക്കാലമേ തേൻ കാലമേ, ഇനി ഒന്നായി കൂട്ടായി മനമേ പാടിടാം. പാപ്പ ഗമപ ഗമപ നിദപ പാപ്പ ഗമപ ഗമപ നിദപ നീ ദപമ ദപമ ഗമപ സ നീ ദപമ ദപമ ഗമപ സ സാ നിദപമ ഗമപ ദ നീ നിദപമ ഗമപ ദ സ സ നീ നി ദ ദ ദ പ പ പ ഗമപ ദ നിദപമ ഗരി സരി സ. വചനത്തിൻ വഴിയായി ഇനി എന്നും പോകാം. ജീവന്റെ ഉടയോൻ പുതുജീവൻ നൽകും. കരമായി കൃപയേകാൻ കരുണാമയൻ. കനിവേറും പുതു സ്നേഹം രാവിൻ ഗീതം. നിറദീപമായി പാടിടുമേ, മൃദുവായി പാടും പ്രിയ പൈതലേ. സ്നേഹം വന്ന രാവ്, മാനം വിരിഞ്ഞ രാവ്, വാനം പാടിയ ഗീതം ദിവ്യ സമാധാനം. സ്വർഗം ചാരെ വന്നു അരികെ ചേർന്നു നിൽപ്പാൻ താതൻ കനിവായി നൽകി പൈതലേ. ഗീതം ചൊല്ലിടാമേ, എന്നും വാഴ്ത്തിടാമേ, ഹൃദയം ചേർന്നു പാടാം ഹല്ലേലൂയാ. പൂക്കാലമേ തേൻ കാലമേ, ഇനി എന്നും ഹൃദയെ ചേർന്നു പാടിടാം. പൂക്കാലമേ തേൻ കാലമേ, ഇനി ഒന്നായി കൂട്ടായി മനമേ പാടിടാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭൂതി ഉയർത്തുന്ന ഉയർത്ത് പാട്ടാണ് ക്രിസ്മസ്. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ പ്രാർത്ഥനാശംസകൾ. അലങ്കരിച്ചിരിക്കുന്ന മനോഹരമായ പുൽക്കൂടും പുൽക്കൂട്ടിലെ ശാന്തമയുറങ്ങുന്ന യേശുവും യേശുവിന് കാവലായിരിക്കുന്ന ഔസേപിതാവും മാതാവും ആട്ടിടയന്മാരും കന്നുകാലികളും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് കരോൾ ഗാനങ്ങളും ആനന്ദവും സന്തോഷവും മനുഷ്യഹൃദയങ്ങൾ ഉയർത്തുവാൻ പര്യാപ്തമാണ്. എന്താണ് ക്രിസ്മസ്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യപ്രകാരം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവന് നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്
തൻ്റെ ഏകജാതനുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം എത്രമാത്രം സ്നേഹിച്ചു? ദൈവം തൻ്റെ പുത്രനെ തന്നെ, വത്സരപുത്രനെ തന്നെ ലോകത്തിലേക്ക് അയക്കാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചു. ദൈവവും മനുഷ്യനുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. എന്തിനു വേണ്ടിയാണ് യേശു മനുഷ്യാവതാരം ചെയ്തത്? ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തതിൻ്റെ ഫലമായി തകർച്ചകൾ സംഭവിച്ചു. തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക, ഇതാണ് യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ ഉണ്ണീശോയുടെ ശൈലി നമുക്ക് സ്വീകരിക്കാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലെ 6-7 വാക്യങ്ങൾ പ്രകാരം പറയുന്നു, ദൈവമായിരുന്നിട്ടും ദൈവത്തുള്ള സമ്മാനം നിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് പുൽക്കൂട്ടിൽ ഉണ്ണിമിശിഹ ജനിച്ചു. തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാനായിട്ട് താഴുക, എളിമപ്പെടുക, ഇതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ക്രിസ്തുവിന് ഈ ക്രിസ്മസ് രാത്രിയിലെ നമ്മൾ പുൽക്കൂട് കാണാൻ പോകുന്നുണ്ടെങ്കിൽ, പുൽക്കൂട് എടുക്കുന്ന ഉണ്ണീശോയെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എളിമപ്പെട്ടുകൊണ്ട്, താഴ്ന്നുകൊണ്ട്, ചെറുതാകാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പിതാവായി ദൈവം ആദ്യവും അവസാനമായി ലോകത്തിന് നൽകിയ സമ്മാനമാണ് യേശു ക്രിസ്തു. ക്രിസ്തുമസിൻ്റെ ഏറ്റവും സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, അല്ലാതെ മറ്റാഘോഷങ്ങളല്ല. ആട്ടിടയന്മാർക്ക് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, സകല ജനതകൾക്കും വേണ്ടിയുള്ള സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഇന്ന് ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ഇന്ന് ടുഡേ ജനിച്ചിരിക്കുന്നു. 2000 കൊല്ലങ്ങൾക്ക് നടന്ന ഒരു മഹാസംഭവം മാത്രമല്ല, മനുഷ്യഹൃദയങ്ങളിലെ യേശു ജനിക്കുമ്പോൾ, ആ ജനനം സംഭവിക്കപ്പെടുമ്പോൾ ആരുടെ ഹൃദയത്തിലെ ഉണ്ണിമിശിഹ ജനിക്കുന്നു, ആ നിമിഷം അവരുടെ ജീവിതത്തിലെ ക്രിസ്തുമസ് കടന്നു വന്നു. അതുകൊണ്ടാണ് മനുഷ്യഹൃദയങ്ങളിൽ യേശു ജനിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നത്. സ്വർഗത്തിലെ മാലാഖമാരെ അത്യുച്ചത്തിൽ പാടി, അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്താണ് സന്മനസ്? പിതാവിൻ്റെ മനസ്സാണ് ഭൂമിയിലെ സന്മനസ്സെന്ന് പറയുന്നത്. അതാണ് രക്ഷയുടെ സന്ദേശം. അതായത് നിങ്ങൾക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്നു. പുൽക്കൂട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കവിടെ മറിയത്തെ കാണാൻ സാധിക്കും. വചനം ഗർഭം ധരിച്ചവള്, ലോകത്തിലെ ആദ്യത്തെ സക്രാരി. വചനം ഗർഭം ധരിച്ച് ഈശോയെ ലോകത്തിലെ പൂജാതാക്കിയവൾ. പ്രിയ സഹോദരങ്ങളെ, മറിയത്തെ പോലെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച്, വചനം ഗർഭം ധരിച്ച് നാം ആയിരിക്കുന്ന ഇടങ്ങളിലെ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ നാം തയ്യാറാകണം. മറ്റൊരു വ്യക്തിയാണ് ഔസേപിതാവ്. ഔസേപിതാവ് വചനം ഗർഭം ധരിച്ച യേശുവിനെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ ഔസേപ്പ് തയ്യാറായതുപോലെ നമ്മളും ദൈവഹിതമനുസരിച്ച് ജീവിക്കാനായിട്ട് നാം തയ്യാറാകണം. ബത്ലഹേം എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ ഭവനമാണ്. യേശു അപ്പത്തിൻ്റെ ഭവനത്തിൽ ജനിച്ച് ഇന്ന് ഞാൻ ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞ ക്രിസ്തുനാഥൻ വ്യക്തമായി പുൽക്കൂട്ടി കിടന്ന് പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. വഴിയും സത്യം ജീവനുമായി യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ജീവന്റെ അപ്പമായി ജീവിക്കുവാൻ
പുൽക്കൂട്ടിരിക്കുന്ന ഉണ്ണീശോ നമ്മെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. 1000 ഉണ്ണീശോമാർ 1000 പുൽക്കൂട്ടി ജനിച്ചാലും എൻ്റെ ഹൃദയത്തിൽ ജനിച്ചില്ലെങ്കിൽ എനിക്കെന്ത് പ്രയോജനം? ഉണ്ണിമിശിഹ എൻ്റെ ഹൃദയത്തിൽ ജനിച്ചില്ലെങ്കിൽ ഈ ആഘോഷങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് രാത്രിയിൽ നമുക്കെല്ലാവർക്കും യേശു ജനിച്ച പുൽക്കൂടിലേക്ക് കടന്നു ചെല്ലാം. രക്ഷകനായ യേശു ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാം. രക്ഷകനായ യേശു ക്രിസ്തുവിന് മുമ്പിൽ മുട്ടുകുത്തി ആരാധിക്കാം. ക്രിസ്തുവിനെ നമുക്ക് ഓരോരുത്തരും സാക്ഷികളാകാം. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.